Hi everyone, welcome back to Kavita's Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചെമ്മീൻ ഉള്ളി തീയലാണ്. ചോറിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. വളരെ ടേസ്റ്റിയായി കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഒരു 5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഇതിനെ വറക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനിൽ കഴിവതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഓരോ ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിലിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു മീൻചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം 1 കപ്പ് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് നമുക്കിതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കഷ്ണം തക്കാളിയും 2 പച്ചമുളകും ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. എന്നിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പ് ഒന്ന് കുക്കാവണം. അതിനായിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്തത്. ആ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺസെൻട്രേറ്റഡ് പുളി അല്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് ഒരു 3 മിനിറ്റും കൂടി അത് കുക്ക് ചെയ്യണം. ആ പുളി ഒന്ന് വേവാം. ഇനി നമുക്ക് നമ്മുടെ 250 ഗ്രാം ചെമ്മീൻ നന്നാക്കിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് അടച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.